എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് ഏകദേശം 68 പോയിൻ്റ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിൽ 201 പോയിൻറ്റുമാണ് ഡൗൺ ആയിരിക്കണേ. സ്റ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട്. ഒന്ന് മാർക്കറ്റ് റിവേഴ്സ്, രണ്ടാമത്തെ കാര്യം കൺസോൾട്ടേഷൻ. ഇത് രണ്ടിലേതെങ്കിലുമാണ് ഇന്ന് മെയിനായിട്ട്. ഒന്നെങ്കിൽ മാർക്കറ്റ് സിയിലേക്കായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോൾട്ടേഷനിലായിരിക്കും. അഥവാ ഒരു മാർക്കറ്റ് ഡൗൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10:15 കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടുള്ള ചാൻസസ് നിലവിൽ കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 68 പോയിൻ്റാണ് നിലവിൽ ഡൗൺ കാണിക്കുന്നത്. 68 പോയിൻ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇൻഡെക്സ് ബേസ്ഡ് ആണെങ്കിൽ 25,266 25,266 -68 പോയിൻ്റ്, -68 25,198. അപ്പോൾ 25,198 എന്ന് പറയുമ്പോൾ 25,198 ഒരു സപ്പോർട്ട് സോണാണ് എന്തായാലും. നോക്കിയേ, കറക്റ്റ് 25,198 ഒരു സപ്പോർട്ട് സോണുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ 25,175 കൺസോൾട്ടേഷൻ സോണുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരിക്കും. അപ്പോൾ 25,152 താഴത്തോട്ട് മാർക്കറ്റ് പോയാൽ മാത്രം നമ്മളൊരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അല്ലാത്തടത്തോളം കാലം മാർക്കറ്റ് ഡൗണിലേക്ക് പോവില്ല. മാർക്കറ്റ് മേ ബി 25,152 റിവേഴ്സ് ആവാം, അല്ലെങ്കിൽ 25,198 റിവേഴ്സ് ആവാം, അല്ലെങ്കിൽ 25,175 കൺസോൾട്ടേഷൻ ചെയ്തിട്ട് റിവേഴ്സ് ആവും. അപ്പോൾ നമ്മൾ RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്ക് ആയതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോൾ നമ്മളെ ടെക്നിക്കലി നമ്മളെ കാണിക്കുന്നത് C ആണ്, അതായത് അപ്പ് സൈഡിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് മുകളിലോട്ട് പോയിട്ട് ഒന്നെങ്കിൽ തിരിയാനുള്ളത് ഈ 50% ഡൈവർജൻസ് ആവണം, അല്ലെങ്കിൽ അത് മുകളിൽ പോയിട്ട് ഡൈവർജൻസ് ആവണം. അപ്പോൾ ആ സമയത്ത് രണ്ട് കാര്യങ്ങളെ മെയിനായിട്ട് സംഭവിക്കാനുള്ളൂ. ഒന്ന്, എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലേക്ക് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മുകളിലോട്ട് വരിക. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ലിങ് നമുക്കൊന്ന് നോക്കണം.
ഈ ബോക്സിന് പുറത്തേക്കുള്ള ഗ്യാപ്പ് ഫില്ലിങ് നമുക്കൊന്ന് നോക്കണം. നേരെ മറിച്ച് നമ്മൾ ഇതിന് താഴത്തോട്ട് പോയാൽ മാത്രം ഒരു ഡൗണിനെ പറ്റി നമ്മൾ ആലോചിച്ചാൽ മതി. ആ ഡൗണ് പോയാലും 25,111 സ്വാഭാവികമായിട്ടും പോകാനായിട്ടുള്ള ചാൻസ്. പിന്നെ രണ്ടാമത്തെ കേസ് 30 മിനിറ്റിൽ RSI ഓൾറെഡി ഒരു ക്രോസ് ഓവർ വന്ന് നിൽക്കുകയാണ്. ഫ്യൂച്ചറിൽ 50 മിനിറ്റ്സിൽ RSI കയറി നിൽക്കുകയാണ്. സെക്കൻഡ് തിങ് 1 അവറിലും മാർക്കറ്റ് ഓൾമോസ്റ്റ് 2 ക്രോസ് ഓവർ താഴത്ത് തന്നെയാണ് നിൽക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്ട്രൈക്ക് വന്നിട്ട് 25,000 സിയുടെ സ്ട്രൈക്കും പിയുടെ സ്ട്രൈക്ക് വന്നിട്ട് 150, അതായത് 25,400 പി. ഇന്നലെ എടുത്തിട്ടേക്കുന്ന അതാണ്. അത് തന്നെ ഇന്നും ഇട്ടേച്ചാൽ മതി. അത് തന്നെ ഇന്നും കിടക്കട്ടെ. അപ്പോൾ സീനെ സംബന്ധിച്ച് 230 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. ഈ 30 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പം ഏതായാലും മാർക്കറ്റ് 60 പോയിന്റ് ഡൗണിലേക്കാണ്. സി ഡൗണിലേക്കാണ് 5 മിനിറ്റ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പിയിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിലവിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് പിയുടെ മൂവ്മെൻറ്റ് തന്നെ നടക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇനി RSIയിൽ സിയിലൊരു റീക്രോസ് ഓവർ വരണം. അത് ഏത് ഭാഗത്തുനിന്ന് വരുമെന്നനുസരിച്ചിട്ട് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ 230 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. 230 താഴത്തോട്ട് വന്നാൽ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. സിയിൽ ഓക്കെ, പിയിൽ എൻ്റെ മൗസ് ഒന്ന് ശ്രദ്ധിക്കണം. റൈറ്റ് സൈഡ് പിയും ലെഫ്റ്റ് സൈഡ് സി ആണ് എപ്പോഴും. അത് മൗസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ 184 ഒരു പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയണത്. 184.85 അവിടെ തന്നെ ഒരു ലൈൻ വന്നിട്ടുമുണ്ട്. നമ്മൾ വരച്ചപ്പോൾ തന്നെ കമ്പനിയും കൊണ്ട് അവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 185 ഒരു ട്രിഗർ പ്രൈസാണ്. പിനെ സംബന്ധിച്ച് 185 ഒരു ട്രിഗർ പ്രൈസാണ്. അതിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 163 ആണ് എപ്പോഴും ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ 2 ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. അതായത് 163യുടെ എബോവ് പോയി കഴിഞ്ഞാൽ 185 എന്ന് പറയുമ്പോൾ ഒരു 184 അതൊക്കെ ഒരു പോയിൻ്റായിട്ട് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 5 മിനിറ്റിൻ്റെ RSI ഈ ഒരു പി സൈഡിലേക്കാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തൽക്കാലം RSI ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് 10-12 പോയിന്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറാനായിട്ട് നോക്കാം. എനിവേ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവും. നമ്മുടെ സ്ട്രൈക്ക് ഒന്ന് 25,000 സിയും 24,000 പി ആണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. 25,400 പി 25,000 സി ആണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചർ ഒക്ടോബർ തന്നെയാണ്. അത് തന്നെ സ്ട്രൈക്ക് ഇപ്പോൾ വരുന്ന നമ്മുടെ എക്സ്പയറിയാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എമൗണ്ട് നല്ല രീതിയിൽ കൂടിപ്പോവും. സിയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഇൻഡെക്സിൽ മൂവ് ആയിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല എന്തോ. നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്താൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇന്നലത്തെ ആയിരുന്നു ഓൾറെഡി കിടന്നേച്ച്. നമുക്ക് സ്ട്രൈക്ക് കുഴപ്പമില്ല. 25 നമുക്കത് ആദ്യമേ ഒരു 10 പോയിന്റ് കിട്ടേണ്ടതായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. 25,300 പി എടുക്കാം. 25,300 പി 25,300 പിയും 25,200 സിയും. 210 അത് ഓൾറെഡി ഹിറ്റ് ചെയ്തു. 215 ബ്രേക്ക് ചെയ്താൽ 238 വരെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ആ സ്ട്രൈക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്ന കാരണമാണ്. കാരണം ഇൻഡെക്സ് മൂവ് ചെയ്യുന്നുണ്ട്, സ്ട്രൈക്ക് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് അടിച്ചത്. അപ്പോൾ ഇന്നലെ കിടന്നത് ഞാൻ സാധാരണ ആഡ് ചെയ്തിടുന്നതാണ്. ഇന്ന് കുറച്ച് ഡിലേ ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഓപ്ഷൻ ചെയ്യുന്നതാണ്. 25,300 പി 25,300 പി അത് 238 വരെ പോകാനായിട്ട് കിടപ്പുണ്ട്.
സി 25 200 സി. ഉം. 202. 215 ബ്രേക്ക് ചെയ്തിട്ട് വളരെ കുറച്ച് പോയിന്റാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു 10 പോയിന്റ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് പിന്നെ നമ്മളുടെ ചെറിയ ചില ഇഷ്യൂസ് കാരണം, സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ള ഇഷ്യൂസ് കാരണം നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്തായിരുന്നു. കാരണം പി എൽ പ്രീവിയസ് ഡേ ഹൈയിലേക്ക് ഒരു മൂവ്മെൻ്റ് എന്തായാലും വരും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മൂവ്മെൻ്റാണ് ആ കഴിഞ്ഞു പോയത്. എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രതീക്ഷിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് സിയിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. കാരണം ആദ്യത്തെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു 10 പോയിന്റാണ് ഉദ്ദേശിച്ചത്. അത് പിന്നെ സ്ട്രൈക്കിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയതാണ്. ഇനി അടുത്തൊരു 2 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിൽ അടുത്തൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ RSI റെഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുക. ആ കയറാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഒരു പുൾ ബാക്ക് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 191, 201, 212, 20 പോയിന്റിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. കാരണം കൺസോൾട്ടേഷൻ സോണാണ്. ഒന്നെങ്കിൽ 202, പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 191. RSI ഈ റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് മേ ബി ഒരു പുൾ ബാക്ക് വന്നേക്കാം. അതർവൈസ് 225 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 242 വരെ പോകും അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ. അപ്പോൾ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ചിലപ്പോൾ ഒരു ഡോജി ക്യാൻഡിൽ ആയിക്കഴിഞ്ഞാൽ ഡൗൺ വരും. പിന്നെ അതെ അതെ അതെ. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അടുത്ത 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നേരെ ഒരു പുൾ ബാക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നല്ല രീതിയിലൊരു പുൾ ബാക്ക് ഏകദേശം വന്നിട്ട് വെരി നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും പിന്നെ ചിലപ്പോൾ മൂവ്മെൻ്റ് ആവണേ. കാരണം ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതിൻ്റെ റീസൺ. 245 മെജോറിറ്റി പോകാനായിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്കൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ വരുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം ഈ ഇവിടെ ഗ്രീനിലേക്ക് RSI കയറുമ്പോൾ അത് കയറാതിരിക്കാൻ വേണ്ടി മാക്സിമം മാർക്കറ്റ് ട്രൈ ചെയ്യും. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ താഴത്തോട്ട് വരും. കാരണം ഇപ്പോൾ ഇവിടെ റെഡിലേക്ക് കയറി. ആ റെഡിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു പുൾ ബാക്ക് നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുൾ ബാക്കാണ് ഈ വന്നത്. അത് എവിടം വരെ വരും എന്നുള്ള കാര്യത്തിൽ 190 അതോ നിലവിൽ 202 തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഇനി ഒരു ഡൗട്ടുള്ളൂ. അപ്പം ആ പുൾ ബാക്ക് നമുക്ക് വേണമെങ്കിൽ സിയിൽ പ്രോഫിറ്റാക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സിയിൽ 245 ബ്രേക്ക് ചെയ്താൽ 255, 264 ഒരു മൂവ്മെൻറ്റ് വരും വെരി നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു ഡോജി ക്യാൻഡിലായിട്ട് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ്, അതായത് 230 ബ്രേക്ക് ചെയ്ത് 225, 230 ബ്രേക്ക് ചെയ്താൽ 243 മാർക്കറ്റ് പോകും. അപ്പോൾ അതായത് RSI ഇവിടെ കയറുന്നതിന് മുമ്പുള്ള ഒരു വലിവ്, അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു പുൾ ബാക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. സി എന്തായാലും ഉടനെ കോൺസെൻട്രേഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. 245 ബ്രേക്ക് ചെയ്താൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ഒരു 237 ബ്രേക്ക് ചെയ്യണം. 37, ഒരു 40 തൊട്ട് 45 വരെയും, 45 ബ്രേക്ക് ചെയ്താൽ 53 വരെയാണ് എന്തായാലും സി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. RSI ഇപ്പോൾ പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് തന്നെ. അപ്പം അതിനിടക്ക് ഒരു പുൾ ബാക്ക് മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. സിയിലും 245 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ധൃതി പിടിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ഇന്ന് ഇത്തിരി ഡിലേ ആയിപ്പോയി സ്ട്രൈക്കിൻ്റെ കേസ്. അല്ലെങ്കിൽ രാവിലെ തന്നെ പ്രീവിയസ് ഹൈയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് ഒരു 200 തൊട്ട് 232 വരെയൊക്കെ ഈസി ആയിട്ട് രാവിലെ എടുക്കാമായിരുന്നു. പക്ഷെ അത് ചെറിയൊരു ഇഷ്യൂ വന്നതുകൊണ്ട് പറ്റിപ്പോയതാണ്.
കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ടാണ് ഗ്രീനും റെഡും മാറി മാറി വരും. പിന്നെ നമ്മൾ ഓൾറെഡി ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. അതിന് പുറത്തേക്ക് വരാതെ നമുക്ക് വലിയൊരു മൂവ്മെൻറ്റിനെ പറ്റി പ്രതീക്ഷിക്കാനായിട്ട് തൽക്കാലം നിവർത്തിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് പിയുടെ ക്യാൻഡിൽ ഒരു ഗ്രീൻ ആവുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്യാം. അത് 195 താഴത്തോട്ട് വന്നാൽ മാത്രം നമുക്ക് എക്സിറ്റിനെ പറ്റി ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആകുമ്പോൾ ആദ്യം ഒരു ലോ ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മേ ബി 195 വരെ വരാം. അതർവൈസ് ഹൈ ആണ് ബ്രേക്ക് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 243 വരെ സ്കോപ്പ് ഉണ്ട്. കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ടാണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഇനി എപ്പോൾ 230 ബ്രേക്ക് ചെയ്താലും നമുക്കൊരു 245 ഒരു 15 പോയിൻ്റൊക്കെ എന്തായാലും നമുക്ക് ഈസി ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. സീനെ സംബന്ധിച്ച് 207 എന്നുള്ള ഒരു ഭാഗത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സീനെ സംബന്ധിച്ച് അതാണ് നമ്മൾ 230 ബ്രേക്ക് ചെയ്താൽ 225 230 ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം കൺസോൾട്ടേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഇവിടെ 210 ബ്രേക്ക് ചെയ്യുക, അതിനോടൊപ്പം 230 കൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഈ രണ്ട് ചാർട്ടിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് എൻട്രി പോസിബിളായിട്ട് വരുള്ളൂ. ധൃതി പിടിച്ച് എൻട്രി എടുത്തിട്ട് കാര്യം. മാർക്കറ്റ് എന്തായാലും RSI പി സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു പുൾ ബാക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. സിയിലേക്ക് എന്തായാലും ഉടനെ നമ്മൾ നോക്കുന്നില്ല. RSI ഒന്നെങ്കിൽ 15 RSI പിയുടെ ക്രോസ് ഓവർ ആവണം, അല്ലെങ്കിൽ മേളിൽ ചെന്നിട്ട് ക്രോസ് ഓവർ ആയിട്ട് മാത്രമാണ് നമ്മൾ സീനെ പറ്റി നമ്മൾ എന്തായാലും ആലോചിക്കുന്നുള്ളൂ. $207 ബ്രേക്ക് ചെയ്താൽ പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ളൊരു സോൺ 191. നമ്മൾ ഒരു ബ്രേക്കൗട്ട് ഫാളാണോ ജെനുവിൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ രണ്ട് ചാർട്ടും വെച്ച് നോക്കുന്നത്. 207 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം, അതിൻ്റെ ഒപ്പം പിയും കൂടെ ബ്രേക്കൗട്ട് ആയാലാണ് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ചില സ്ഥലത്ത് നമുക്കറിയാൻ പറ്റും. ഞാനിന്ന് വളരെ രണ്ട് ചാർട്ടും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ അതാണ്. നമ്മൾ ഒരു ബ്രേക്കൗട്ട് ആണെന്നും പറഞ്ഞിട്ട് ചാടിക്കേറി നമ്മൾ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. അതാണ് 207 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിയിലൊരു കൺഫർമേഷൻ മൂവ്. അത് 234 വരെ ഒരു 5 പോയിൻ്റ് അതും ബ്രേക്ക് ചെയ്താൽ നമുക്ക് 245 കോൺസെൻട്രേഷൻ ചെയ്യാം. $35 റിജക്ഷനേ വന്നിട്ടുള്ളൂ. സ്റ്റെപ്പായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണേ. നമ്മുടെ കുഴപ്പമല്ല, മാർക്കറ്റ് അങ്ങനെ ആയതുകൊണ്ട് നമുക്കതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം ഒരു പോയിൻ്റ് പോലും നമുക്ക് പോകരുത് എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ്
സിയിൽ പുൾ ബാക്ക് വരും, പുൾ ബാക്ക് വന്നതിന് ശേഷമാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയണം. നമ്മൾ മെയിനായിട്ട് സ്പീഡിൽ തന്നെ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിയിലേക്ക് നമുക്ക് ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എങ്ങനെ പോയാലും സേഫായിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ 225 കഴിയണം. അല്ലാതെ നമ്മളൊരു കാരണവശാലും സിയിലേക്ക് ധൃതി പിടിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം RSI ഓൾറെഡി സിയിൽ ഡൗൺ സൈഡും പിയിൽ അപ്പർ സൈഡുമാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്യാപിറ്റൽ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്. ഒമ്പത് 35 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. 9:29 9:30 വരുന്ന ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. കാരണം 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ നമ്മുടെ ബോക്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് പി നിൽക്കുന്നത്. തീരുമാനമൊന്നും ആയിട്ടില്ല, സിയുടെ തീരുമാനം എന്തായാലും ഒന്നും ആയിട്ടില്ല. ഇത് മാക്സിമം ട്രാപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ സിയും പിയും മാറ്റി മാറ്റി എടുത്ത് ട്രാപ്പ് ചെയ്ത് ആൾക്കാരെ വെട്ടിലാക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ 230 ബ്രേക്ക് ചെയ്താൽ 35 റെസിസ്റ്റൻ്റ് ഉണ്ട്. ഇനി 35 ബ്രേക്ക് ചെയ്താൽ പിന്നെയും 44 ഇപ്പോൾ ഡൗൺ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻറ്റോ 2 പോയിൻറ്റോ ഒക്കെ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് മാക്സിമം സേഫ് ആക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഏതായാലും വരും. ഇപ്പോൾ പിയിൽ ആർക്കെങ്കിലും നമുക്ക് എൻട്രി ഉണ്ടെങ്കിലും ടൈറ്റ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിടുക. കാരണം ഒരു നല്ല രീതിയിലുള്ള ഒരു റിവേഴ്സ് നമ്മളെപ്പോഴും സിയിൽ പ്രതീക്ഷിക്കണം. ഇപ്പം എല്ലാവരും പിയുടെ പുറകെയാണ്. ഞാനത് 2 മിനിറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം 2 മിനിറ്റിലൊരു RSI ക്രോസ് ഓവർ ആവുകയാണെങ്കിൽ ആ സിയുടെ മൂവ്മെൻറ്റ് മാക്സിമം 234 റിവേഴ്സ് വരും. 234 സി റിവേഴ്സ് വരും. അത് നമ്മളൊരു 220 ശേഷം അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. 220 ബ്രേക്ക് ചെയ്താൽ മാത്രം സി നമ്മൾ 230 35 നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ അവിടെ കോൺസെൻട്രേഷൻ ചെയ്യണ്ട. 239 241 നമ്മൾ 239-40 ഓൾറെഡി പ്രതീക്ഷിച്ചത്. അതിനനുസരിച്ചിട്ട് ഇവിടെ എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. 245 വരെ എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. നമ്മൾ 240 വരെയാണോ 240 വരെയാണ് പറഞ്ഞത്. 246 വരെ വന്നത് ഇപ്പം ഉണ്ട്. വരാനുള്ള 194 വരെയാണ് സി വരാനായിട്ടുള്ളത്. അപ്പോൾ 194 വരെയും സി വരുന്നതനുസരിച്ചിട്ടായിരിക്കും പിയുടെ മൂവ്മെൻറ്റും നമുക്ക് കിട്ടുന്നത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് പോകേണ്ട കേസായതുകൊണ്ടാണ് രാവിലെ തന്നെ വെറുതെ ലോസ് വലിച്ചു വാരി വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ക്യാൻഡിലും അതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. 245 ട്രിഗറായിട്ടുണ്ട്. ഒരു വിക്കും കൂടെ അടിക്കാനുണ്ട് ഏകദേശം. പലരും വിചാരിക്കണത് ഇത്രയും പോയി കഴിയുമ്പോൾ സിയിലേക്ക് ഒരു റിവേഴ്സ് ഉണ്ടാവുമെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ RSI പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം നമ്മൾ അതിൻ്റെ പുറകെ പോയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിക്കും കൂടെ അടിക്കാനുണ്ടെന്ന് പറഞ്ഞില്ല. 244 248 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 194 ആണ് ഏകദേശം. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു RSI ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ
ഇനിയിപ്പോൾ 246 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മൂവ്മെൻറ്റ് വരുള്ളൂ. അതായത് നമ്മൾ സിയിൽ 194 വരെ വന്നിട്ട് റിവേഴ്സ് ആവുമെന്നാണ് പറഞ്ഞത്. അവിടെ RSIയിൽ 2 മിനിറ്റിലൊരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേത് 246 ഇറങ്ങാം, ഉടനെ സി തിരിച്ചു പിടിക്കാം, സിയിൽ ഉടനെ റീ എൻട്രി എടുക്കാം. അത് വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റിൻ്റെ RSI നോക്കിയത്. അപ്പോൾ ഇവിടെ നേരെ ഇറങ്ങുക, അതിനുശേഷം മാർക്കറ്റ് നമ്മൾ എവിടം വരെ വരാനുണ്ടെന്നാണ് പറഞ്ഞത്, 234 വരെ ഓൾറെഡി സി വരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ കിട്ടി. 5 മിനിറ്റിൽ ഇവിടെ കറക്റ്റായിട്ട് 246 ഹിറ്റ് ചെയ്തു. 246 ഹിറ്റ് ചെയ്തു. അതിനുശേഷം ഓപ്പോസിറ്റ് 194 നിന്ന് സി എടുത്താലും എത്ര പോയിൻ്റായി? 194, 204, 10 പോയിൻ്റ് ഇവിടെയും കിട്ടി. അതൊരു 200 ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. സ്റ്റോപ്പ് ലോസ് 200ലേക്ക് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരുന്നാലും നമുക്ക് ഓൾമോസ്റ്റ് എവിടം വരെ കിട്ടും? 234 വരെ എന്തായാലും കിട്ടണം. അതിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 243ലേക്ക്. അതായത് വളരെ ശക്തമായിട്ടുള്ള രീതിയിലൊരു പുൾ ബാക്ക് വരും, സിയിലൊരു മാസീവ് മൂവ്മെൻറ്റ് വരുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ മിച്ചു വിട്ടിട്ടാണ് പോയിരിക്കണേ. 235 വരെ മാർക്കറ്റ് തിരിച്ചു കയറി വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്ര അക്യുറേറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് പി വളരെ കെയർ ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുത്തതും ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഉടനെ നമ്മളിപ്പുറത്ത് 2 മിനിറ്റ് ഇട്ടതിൻ്റെ റീസൺ 190 നിന്ന് റിവേഴ്സ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കറക്റ്റ് നമ്മളിറങ്ങി ഓപ്പോസിറ്റ് കയറിയാലും നമ്മൾ 2 എൻട്രിയാണ് പറഞ്ഞത്. ഒന്ന് നമ്മൾ 220 തൊട്ടുള്ള എൻട്രിയാണ് പറഞ്ഞത്. സെക്കൻഡ് തിങ് നമ്മൾ പറഞ്ഞത് 235ലേക്ക് എന്തായാലും മാർക്കറ്റ് റിവേഴ്സ് വരാനായിട്ടുണ്ട്. അപ്പോൾ ഈ 190 മാർക്കറ്റ് റിവേഴ്സ് ആയി എന്ന് പറഞ്ഞു. അവിടെ ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് ആണ്, അല്ലാതെ ഒന്നും നടക്കുകയില്ല. ഓൾറെഡി 235ലേക്കും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ അവിടെ വെറുതെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഓൾറെഡി 242ലേക്ക് നമ്മൾ പറഞ്ഞത് എന്തായാലും മാർക്കറ്റ് പുൾ ബാക്ക് വരും. 242ലേക്ക് സിയിൽ ഒരു പുൾ ബാക്ക് വരും എന്ന് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ച് തന്നെ നിന്ന കേസാണ്. അപ്പോൾ 190 നിന്ന് കിട്ടിയില്ല, വേണ്ട 205 നിന്ന് കിട്ടിയാലും എത്ര പോയിൻ്റായി? 10-35 പോയിൻ്റ് ഓൾറെഡി ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി ട്രേഡ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പി എക്സിറ്റ് ചെയ്തിട്ട് സി എടുക്കാം. അതൊരു 212-ലോ 215-ലോ ഒക്കെ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ വൈകിട്ട് വരെ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഓൾമോസ്റ്റ് 241-ൽ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള 230 നിന്ന് എത്ര പോയിൻ്റ് കിട്ടി? 46. 16 പോയിൻ്റ് അവിടെ നിന്നും കൂട്ടാം. ഇവിടെ നിന്നൊരു 20 പോയിൻ്റ് കിട്ടിയ 10-35 പോയിൻ്റ് കിട്ടി, സേഫ് ആവാം. ഇനി ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. ഇനി 241 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ 241-ൽ റിജക്ഷൻ ആകുമ്പോൾ അവിടെ നമുക്ക് ഇറങ്ങിയേ നിവർത്തിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് 235 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് എങ്ങോട്ട് പോകാം? 276 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 15 മിനിറ്റ്സിൽ RSI സി സൈഡിലേക്ക് നിൽക്കുന്നു, അതേപോലെ തന്നെ 30 മിനിറ്റിൽ നിൽക്കുന്നു. അത്രയും കാര്യങ്ങൾ അവിടെ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ പിയിൽ എന്തുകൊണ്ട് അത്രയും പ്രോഫിറ്റ് എടുത്തു എന്ന് വെച്ചാൽ ചെറിയ പോയിന്റ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പി ഉണ്ടായിരുന്നുകൊണ്ടാണ് താൽക്കാലികമായിട്ട് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ സിയിലേക്കും കോൺസെൻട്രേഷൻ ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡൗട്ടുള്ളത്, ഇനിയിപ്പോൾ 255 സി ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അത് ചിലപ്പോൾ അടുത്ത 5 മിനിറ്റ് ആകുമ്പോൾ അത് 250ലേക്ക് മാറാം. മേ ബി ഒരു 250 വരെയൊക്കെ മേ ബി വന്നേക്കാം. കാരണം RSI പി സൈഡിലാണ് നിൽക്കുന്നത്. ഇത് ഇനി ഒരു ക്രോസ് ഓവർ ആയാലേ നമുക്ക് സിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താഴത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 200-ൽ നമ്മൾ 190 ഭാഗത്താണ് പറഞ്ഞത്, 194. ആ 194 ഭാഗത്തെടുത്തിട്ട് ഒരു 205-ൻ്റെ മുകളിൽ നല്ല രീതിയിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 205-ൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ മാക്സിമം കൊടുക്കുക. ശേഷമുള്ള ഇപ്പോൾ ഒരു 10 ലോട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആ യെല്ലോ ലൈനിൽ 2 മിനിറ്റ് മുട്ടിയപ്പോൾ കൊടുക്കുക. ബാക്കിയുള്ള ഒരു 10 ലോട്ടോ 5 ലോട്ടോ താഴത്ത് 205-ൽ ഒരു 3 പോയിൻ്റ് കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് അവിടെ ഇട്ടേക്കുക. കാരണം 5 മിനിറ്റിൽ 255 ടച്ച് ചെയ്യാനുണ്ട്. അതേപോലെ ഗ്യാപ്പ് ഫില്ലിങ് 276 കിടപ്പുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അതേപോലെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണ് ഈ ഒരു 255 എന്നുള്ള ലെവൽ. അത് ഒറ്റയടിക്കൊന്നും ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ അതേപോലെ ഹൈ വോളിയം വന്നാലാണ് ഈ 255 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ.
അപ്പോൾ തൽക്കാലം തടയിടാൻ പറ്റുന്ന ഒരു ഏരിയ എന്തായാലും ഒരു 252-255 ലെവലൊക്കെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ നടക്കും. നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടക്കുമ്പോൾ ഈ RSI താഴത്തോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകാൻ തയ്യാറെടുക്കും. ആ സമയത്ത് ഇവിടെ ഒരു 5-6 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടായിരിക്കും സിയിലൊരു ബ്രേക്കൗട്ട് ഏകദേശം ഒരു 288 വരെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അതായത് ഇവിടെ വന്നിട്ടുണ്ട്, ലൈൻ തെളിഞ്ഞു വന്നിട്ടുണ്ട്. 265 വരെയൊക്കെ ആഫ്റ്റർ ബ്രേക്കൗട്ടിന് ശേഷമൊക്കെ വരാനുള്ള സമയമുണ്ട്. അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ ഇനി കംപ്ലീറ്റ് RSIയിൽ ഒരു കർവൊക്കെ ഉണ്ടായിട്ട് 265 വരെ വരണം. 265 വരെ വരാനുള്ള വെയിറ്റിംഗ് ആണ് ഞാൻ താൽക്കാലികമായിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. പിയിലേക്ക് ഒരു കോൺസെൻട്രേഷൻ ഇനി വേണമെന്നുണ്ടെങ്കിലും ഒരു 230 ബ്രേക്ക് ചെയ്താൽ എഗെയിൻ 246 മൂവ്മെൻറ്റ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. 30 തൊട്ട് 46 വരെ കിട്ടിയാൽ കിട്ടി എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല. എന്നാലും അതൊരു റിസ്കി മൂവ്മെൻ്റ് ആണ്. നമ്മുടെ ലക്ഷ്യം കംപ്ലീറ്റ് ഇനി 265 മുട്ടുക എന്നുള്ളത് മാത്രമാണ് സീനെ സംബന്ധിച്ച്. അത് ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴായാലും കുഴപ്പമില്ല. ഇനി കിട്ടുന്ന പ്രോഫിറ്റ് 265 കിട്ടുന്നതായിരിക്കണം, അത്രേ ഉള്ളൂ. അതുവരെ വീഡിയോ പോസ് ചെയ്യാം. കാരണം പി 230 പോരാ. ഒരു സേഫായിട്ടുള്ള ഒരു സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് 235 മുതൽ ഏകദേശം 245 ഒരു 10 പോയിൻറ്റിൻ്റെ സ്പേസ് ഉണ്ട്. 235 മുതൽ 245 വരെ ഒരു സ്പേസ് ഉണ്ട്, ഒരു വാക്വം സ്പേസ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാം. അത് ആ സമയത്ത് ആ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം. നമ്മുടെ മെയിൻ ഫോക്കസ് ഇന്ന് 265 നമ്മുടെ മെയിൻ ഫോക്കസ്. സീല് 265 വരെ 65 നമ്മുടെ മെയിൻ ഫോക്കസ്. എനിക്ക് ഇനി വൈകുന്നേരം വരെ എത്ര നേരം ഇരുന്നാലും എപ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റി വരുന്നോ അത് സിയിൽ 265 എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിയുടേത് 230-35 കൂടെ ബ്രേക്ക് ചെയ്താൽ 245 മൂവ്മെൻറ്റ് ഞാൻ പിയിൽ നോക്കുന്നുള്ളൂ. അല്ലാതെ പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ താൽക്കാലികമായിട്ട് ഞാൻ എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോയതാണ്. പ്രീവിയസ് ക്യാൻഡിൽ ഒരു പിൻബാറാണ്, അതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിഗർ പ്രൈസ് 252 മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. 252 ഇപ്പോൾ ട്രിഗർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു ബ്രേക്കും കൂടെ കിട്ടിയാൽ 265 നമ്മുടെ മൂവ്മെൻറ്റ്. കാരണം അവിടെ ഒരു ഇത്തിരി പാടാണ്, ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ മാർക്കറ്റ്, ഒറ്റയടിക്കൊന്നും കയറി പോകത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി 252 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ റിജക്ഷനാണ് 252-ൽ കഴിഞ്ഞത്. ഇനി അഗെയിൻ അതൊന്നും കൂടെ കൺസോൾട്ടേഷൻ ചെയ്ത് പോയി കഴിയുമ്പോൾ, കാരണം നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ വിട്ടുപോയതാണ്, ഇതൊരു പിൻബാറാണ്. പിൻബാർ ഒരു പോസിറ്റീവ് സൈനാണ്. അതിനുശേഷമുള്ള എൻട്രി 240 മുതൽ 251 വരെ പോയിട്ടുണ്ട്. ആദ്യം മൂത്തവരെ കാണുമ്പോഴുള്ള റെസ്പെക്റ്റാണ്. അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് വൈകിട്ടോടു കൂടി 265 എത്തിയാൽ മതി. എനിക്ക് വലിയ ധൃതിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു 265 എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നും അല്ല. വളരെ നല്ല രീതിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ കുറേ നേരം 265 തന്നെ സ്ട്രഗിൾ ചെയ്തൊക്കെ നിന്നിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പിന്നൊരു ബ്രേക്കൗട്ട് വരുന്നത്. അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജേണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 ജേണിയാണ് കിടക്കണേ. 331 സ്പേസ് കിടപ്പുണ്ട്. എവിടെയാണ് 331 മൂവ് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഇടക്ക് പിന്നെയുള്ളൊരു ഏരിയ എന്ന് വെച്ചാൽ 287 കിടപ്പുണ്ട്. മുകളിലോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഇതൊക്കെ ആയിരിക്കും ടാർഗറ്റ്. അപ്പോൾ ഏകദേശം 257, 260 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. ആ 260 കൂടെ ബ്രേക്ക് ചെയ്താൽ 265. അപ്പം നമ്മൾ എന്താണെങ്കിലും വേറെ ഒന്നിൻ്റെയും പുറകെ പോകുന്നില്ല. നമുക്ക് ഓരോരോ ലക്ഷ്യമുള്ളൂ. അത് ഉച്ചക്കാണെങ്കിലും ശരി വൈകിട്ടാണെങ്കിലും ശരി. ഏകദേശം ആ 260 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. അതാണ് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. 260 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ 265 ഒരു 5 പോയിൻ്റ് കൂടെ കിട്ടും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പിൻബാർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. കുറച്ച് ഡിലേ ആയിപ്പോയി, അല്ലെങ്കിൽ ആ പിൻബാർ
മൂവ് ചെയ്യണനുസരിച്ചിട്ട് തന്നെ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ ഒരു 5-8 പോയിൻറ്റും കൂടെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. $261 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി ആ 260 ഒരു ചെറിയ റിജക്ഷനാണ്. അപ്പോൾ ആദ്യം 252 വന്നു, റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 260 പോയി റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് പുൾ ബാക്ക് താഴത്തോട്ട് വന്നു, 261 തന്നെ നിൽക്കുകയാണ്. ഒരു 4 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചൊക്കെ ലോക്ക് ചെയ്ത് സ്വസ്ഥമായിട്ട് വൈകിട്ട് വരെ കയ്യും കിട്ടിയിരിക്കും. ഓക്കെ, 265 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ഫോളോ ചെയ്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്യും. അതിനുശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 287 മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നു. 287 കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ജേണി 333 കിടക്കണേ. അത് കിട്ടുവാണെങ്കിൽ ഉച്ചയോട് കൂടിയിട്ട് കിട്ടേണ്ടതാണ് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. 270 ഓൾറെഡി നമ്മൾ പറഞ്ഞത് 265 പറഞ്ഞത്. 270 വരെ മാർക്കറ്റ് ഓൾറെഡി 272 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 40, 30, 70 പോയിൻറ്റ് അവിടെ എന്തായാലും ഞാൻ പറഞ്ഞു ഇവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വരും. ഒറ്റയടിക്കൊന്നും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവില്ല. കാരണം ഇത്രയും ആളുകൾ നിൽക്കുന്ന ഏരിയയിലേക്ക് ഒറ്റക്ക് ഇത്രയും നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇത്രയും പടയാളികൾ, നമ്മൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇത്രയും ആളുകൾ ഇവിടെ വാളും പരിചയമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഒറ്റക്ക് ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവർ നമ്മളെ പെടുത്തി കളയത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കുറേ നേരം സ്ട്രഗിൾ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇനിയൊരു ബ്രേക്കൗട്ട് നോക്കിയാൽ മതി. 272, 75 ബ്രേക്ക് ചെയ്താൽ 287 87 കഴിഞ്ഞ് മുകളിലോട്ട് പോയാൽ ഒരു 5 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. നമ്മളിവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെയാണ് നടന്നത്. അപ്പോൾ എനിവേ മാർക്കറ്റ് അതിൻ്റെ മുകളിലോട്ട് എത്ര വരെ പൊക്കോട്ടെ. എന്തായാലും വീഡിയോ ഞാൻ എന്തായാലും കൺക്ലൂഡ് ചെയ്യുകയാണ്. 265 വരെ ആയിരുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ച്. ഒരു 5 പോയിൻ്റ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അതോടുകൂടി അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ലൈവിൽ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിളിക്കാം, കോൺടാക്റ്റ് ചെയ്യാം. ഒരിക്കലും കോളും ടിപ്പും പ്രതീക്ഷിക്കരുത്. ഇന്ന സ്ഥലത്ത് എടുക്കൂ, ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നൊന്നും ഞാൻ പറയില്ല. കൃത്യമായിട്ടുള്ള വിവരണം തരും. അത് സ്വന്തമായിട്ട് ഞാൻ എൻ്റെ ജോലി എടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി എടുക്കുന്നു. നമ്മുടെയും കൂടെ കഷ്ടപ്പാടുണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുന്ന ആ പൈസ നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ വൺ വേ മാർക്കറ്റിൽ ഈസി മണി മേക്കിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനായിട്ട് തന്നെ അത് നിങ്ങൾക്ക് ലോസാക്കി കളയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് സ്ട്രഗിൾ വേണം. ഒരു 3 മാസം തൊട്ട് 6 മാസം വരെ വേണം നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട്. പിന്നെ ഒരു 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കാതിരിക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും 10-20 പേര് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഒരു 4 മാസം അവർ കണ്ടിന്യൂസ് ആയിട്ട് 10-15 പേര് ലൈവിൽ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചുമ്മാ നേരം പോക്കൊന്നും ആയിരിക്കില്ല. ഒരു ഗുണമില്ലാതെ അത്രയും പേര് വരില്ലല്ലോ. എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നല്ല രീതിയിൽ വ്യൂ പറയാൻ പറ്റിയതിൽ. എനിവേ ഓൾ ദി ബെസ്റ്റ്.